ഇന്ത്യ സഖ്യ എംപിമാരുടെ പ്രതിഷേധ മാർച്ചിൽ കസ്റ്റഡിയിലെടുത്ത എംപിമാരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടു തുടങ്ങി. കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കുന്നു. എംപിമാരുടെ പൊതുപ്രതികരണം അതാണ്. ആ പ്രതികരണത്തിൽ അതുകൊണ്ട് പാർലമെന്റ് ജനാധിപത്യം അപകടത്തിലാകുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഏകപക്ഷീയമായി കേന്ദ്രം ഭരിക്കുന്ന ഭരണകക്ഷിയെ സഹായിക്കുന്നതിന് വേണ്ടിയും BJP സഹായിക്കുന്നതിന് വേണ്ടിയുള്ള വോട്ടർ പട്ടികയിൽ അവർ നടത്തുന്ന തിരിമറികളും നേരിട്ട് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നത് നമ്മുടെ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിന് അപകടമാണ്. ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് കമ്മീഷന്റെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്നു, പ്രതിഷേധങ്ങൾക്ക് ചൂടുപിടിക്കുന്നു. ഇന്ത്യ സഖ്യ എംപിമാർ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇടത് എംപിമാർ ഉൾപ്പെടെ പാർലമെന്റിൽ നിന്ന് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയായിരുന്നു. മാർച്ച് കിലോമീറ്ററുകൾക്ക് ഇപ്പുറം തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ബാരിക്കേഡിന്റെ മുകളിലൂടെ മറുഭാഗത്തേക്ക് പോകുന്ന അഖിലേഷ് യാദവ് MP, സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് MPയെ ഉൾപ്പെടെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. പിന്നീട് പോലീസിന്റെ അറസ്റ്റ് ഉണ്ടായി. നേതാക്കൾ അറസ്റ്റ് വരികയായിരുന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും ഉൾപ്പെടെ ഈ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകുന്നുണ്ടായിരുന്നു. ആം ആദ്മി MPമാരും ആം ആദ്മിയുടെ നേതാക്കളും ഈ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി വലിയൊരു പ്രതിഷേധമാണ് ഡൽഹിയിൽ കണ്ടത്. അനൂപ് ദാസ് ഉണ്ട്. അനൂപ്, എങ്ങനെയായിരുന്നു പ്രതിഷേധത്തിനൊടുവിൽ അറസ്റ്റ് വരിച്ചു, അറസ്റ്റ് ഉണ്ടായി, ഇപ്പോൾ നേതാക്കളെ വിട്ടു തുടങ്ങിയെന്ന പുതിയ അപ്ഡേറ്റ് വരികയാണ്. നേതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണം എങ്ങനെയാണ്? എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധമാണ് രാജ്യ തലസ്ഥാനം ഇന്ന് കണ്ടത്? വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തി ഭരണത്തിലിരിക്കുന്നു കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ വലിയ പ്രതിഷേധം. ഈ പ്രതിഷേധം വലിയ പ്രക്ഷോഭങ്ങളുടെ തുടക്കമാണ് എന്ന് കോൺഗ്രസിന്റെയും മറ്റ് ഇന്ത്യ സഖ്യ പാർട്ടികളുടെ നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു. 11:30 പാർലമെന്റിന്റെ പരിസരത്ത് നിന്ന് മാർച്ച് ആരംഭിച്ചത്. മാർച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് അവരെല്ലാവരും ദേശീയ ഗാനം ആലപിച്ച് അതിനുശേഷം ഒരുമിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രകടനമായി വരികയായിരുന്നു. PTI ആസ്ഥാനത്തിന് തൊട്ട് മുന്നിൽ വെച്ച് ബാരിക്കേഡുകൾ ഉയർത്തി പോലീസ് ഈ മാർച്ച് തടഞ്ഞു. ഏതാണ്ട് 20 മിനിറ്റോളം നേരം MPമാർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. എന്നാൽ അതിനുശേഷം മുഴുവൻ ആളുകളെയും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. വലിയ പ്രതിഷേധം കേരളത്തിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള MPമാർ ഉയർത്തി. കേരളത്തിൽ നിന്ന് LDF UDF ആയി മത്സരിച്ച് ഇവിടെ എത്തിയ MPമാരെല്ലാം ഒരുമിച്ച് നിന്ന് ഈ വോട്ട് മോഷണത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കി എന്നതാണ് ഇന്ന് കാണാൻ കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ, പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷം ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുഴുവൻ MPമാരെയും വിട്ടയക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇന്ന് തുടക്കം മാത്രമാണ്, ഇനിയും പോരാട്ടം തുടരുമെന്ന് പറയുന്നു. നാളെ പാർലമെന്റിൽ, ലോക്സഭയിലും രാജ്യസഭയിലും ഇതേ വിഷയം ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിക്കും. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ